ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു റോസ് ഫ്ലവർ ചെയ്തെടുക്കാം. ഡ്രസ്സിലേക്കും അതുപോലെ തന്നെ ഹെയർ ബാൻഡിലേക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ഫ്ലവറാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. ഞാൻ എന്താ അവിടെ റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ റിബൺസൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് സാറ്റിൻ്റെ റിബണാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നീളത്തിന് റിബൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് ഉരുക്കി കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോട്ടോ, നമ്മൾ ഓലപ്പാമ്പ് ഉണ്ടാക്കിയെടുക്കാറില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ റിബൺ ഒന്ന് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിക്കുക, രണ്ട് തുമ്പ് ഒപ്പാക്കിയിട്ട് സെൻറ്റർ പിടിക്കുക. സെൻറ്ററിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ പിടിക്കുക. രണ്ട് സൈഡിലേക്ക് റിബൺ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ അതൊരു വി ഷേപ്പ് പോലെ കിട്ടും. അങ്ങനെ വെച്ചതിന് ശേഷം വേണം നമുക്ക് ചുറ്റി കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇനി നമ്മളിതാ ഒരു സൈഡിലെ റിബണെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി അപ്പുറത്തെ സൈഡിലെ റിബൺ നമുക്കിതാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കാം. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറുപ്പത്തിൽ ഓലപ്പാമ്പ് ഉണ്ടാക്കി കളിച്ചിരുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് മടക്കി കൊടുക്കുന്നത് റിബണെ. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്തേക്കൊക്കെ ഒന്ന് പോലെ നമ്മൾക്ക് ഒരുപാട് ഓല കൊണ്ട് ഇങ്ങനെ പാമ്പൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിബൺ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കാണ് കേട്ടോ പോയത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ഓലപ്പാമ്പ്, അതുപോലെ പി അതൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു ഞാനിത് ചുറ്റുമ്പോൾ ആലോചിച്ചിരുന്നത്. അതൊക്കെ ഒരു രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനത്തെ കളികളോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ നമുക്കിത് ഈ റിബൺ വെച്ച് ഈ ഫ്ലവർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് പറയുക, ഓലപ്പാമ്പ് ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കണം. സാറ്റിൻ്റെ റിബൺ എടുക്കുന്നതാണ് നല്ലത്, കാരണം ഇതിങ്ങനെ ചുറ്റുമ്പോൾ നമുക്കത് അവിടെ കറക്റ്റായിട്ട് നിന്നോളും. നമ്മൾ നെറ്റിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നിൽക്കില്ല. ഓർഗാൻസ റിബണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ചുറ്റിയിട്ട് കൈ എടുക്കുമ്പോഴേക്കും അത് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് സാറ്റിൻ റിബൺ തന്നെയാണ് എളുപ്പം ചെയ്യാനായിട്ട്. നമുക്കിത് കംപ്ലീറ്റ് ചുറ്റി കൊടുക്കാം. ഫുള്ളായിട്ട് ചുറ്റി കഴിയുമ്പോൾ നമ്മളിത് ഒരു തുമ്പ് മാത്രം നീട്ടി നിർത്തുക, ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കാം. കണ്ടോ, അത് നീർത്തുമ്പോൾ ശരിക്കും അതുപോലെ ആ പാമ്പ് പോലെ തന്നെ ഉണ്ട് അല്ലേ. ഇനി നമുക്കിതാ ഇതിൻ്റെ ഒരു തുമ്പ് പിടിച്ചിട്ട് അടുത്ത തുമ്പ് നമുക്ക് ഫുള്ളായിട്ട് മുകളിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തുമ്പ് അതുപോലെ പിടിക്കുക. അതിന് ശേഷം ശ്രദ്ധിച്ച് നോക്കുക വീഡിയോ, ഇതുപോലെ മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. അതിങ്ങനെ വലിച്ച് മുകളിലെത്തുമ്പോൾ ശരിക്കും നമുക്കൊരു റോസ് ഫ്ലവർ പോലെ തന്നെ വരും. കണ്ടോ. ഇനി അതൊക്കെ ഒന്ന് തിരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെറ്റൽസൊക്കെ കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കെട്ടി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ റിബൺ ചെയ്യാനായിട്ട്. ഫ്ലവർ ചെയ്യാനായിട്ട്. ഈ ഫ്ലവർ നമുക്ക് ഡ്രസ്സുമേ അതുപോലെ തന്നെ ഹെയർ ബാൻഡുമേ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഡ്രസ്സിലൊക്കെ ഇത് തുന്നി പിടിപ്പിക്കാൻ പറ്റും കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ലെങ്ത്ത് കൂടിയ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. ഫുൾ ലെങ്ത്തിലിട്ട് കെട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി നീളം വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് കെട്ടാനുള്ള അത്ര നീളം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എൻ്റെ കത്രിക അത്രയ്ക്ക് മൂർച്ചയില്ല. ജ്വല്ലറി മേക്കിങ്ങൊക്കെ ചെയ്തിട്ട് ഞാൻ കമ്പിയൊക്കെ മുറിച്ച് അതിൻ്റെ മൂർച്ച പോയി. അപ്പോൾ അത് കാരണം അത് കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇനി കെട്ടിയെടുക്കുന്നത് ആ നീളം കൂടിയ റിബണെ ഒന്ന് ചുറ്റിയിട്ട് മറ്റേ റിബൺ പിടിച്ചു കൊടുക്കുക. കാരണം വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഫ്ലവർ അഴിഞ്ഞു പോവും. മറ്റേ റിബൺ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതുപോലെ ഒന്ന് ചുറ്റുക. എന്നിട്ട് നമുക്കിത് അതുപോലെ ഒന്ന് താഴത്തേക്ക് കൊടുത്ത് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് കെട്ടായിട്ട് വരും. അപ്പോൾ ആ ഒരു കെട്ടിനെ പിടിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് റിബൺ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കെട്ടായി കിട്ടും. കണ്ടോ, ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ഫ്ലവറിനെ പിടിച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇനി നമുക്കിതിന് രണ്ടിനും കൂടി വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റിബണെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കുറച്ച് നീളത്തിൽ നിർത്താം. ഞാനങ്ങനെ നിർത്തുന്നില്ല, ഞാനത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് ഉരുക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു റിബൺ ഞാൻ രണ്ട് രീതിയിലും കാണിച്ച് തരുന്നുണ്ട്. കട്ട് ചെയ്തും കാണിച്ച് തരുന്നുണ്ട്. പക്ഷെ ഞാനത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എത്ര നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ നിൽക്കും. ഇല്ല, നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാണ്ട് ചെയ്യാം. ഞാനിവിടെ ഫുള്ള് കട്ട് ചെയ്ത് ബാക്കിലേക്ക് ഒന്ന് ഉരുക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തുമ്പൊന്ന് ഉരുക്കി കൊടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി നിർത്തിയിട്ട് ആ സൈഡ് തുമ്പൊന്ന് ഉരുക്കി കൊടുത്താൽ നമുക്ക് അങ്ങനെ തന്നെ ഹെയർ ബാൻഡിലേക്കോ അല്ലെങ്കിൽ ഡ്രസ്സിലേക്കോ ഒട്ടിച്ചു കൊടുക്കാം. ഡ്രസ്സിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ നിർത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുമായിരിക്കും കുറച്ചും കൂടി ഭംഗി. കുട്ടികളുടെ ബാക്കിലൊക്കെ ബോ പോലെ, അല്ലെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ അവിടെ സ്ലീവ്ലെസ് കൈയുള്ളിടത്ത് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ രണ്ട് സൈഡും ഇനി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
നല്ലോണം നമ്മുടെ ഫ്ലവറിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് അവിടെ ഉരുക്കിയിട്ട് നമ്മുടെ ഫ്ലവറുമ്മേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഉരുക്കി കഴിയുമ്പോൾ അത് ഒട്ടും, റിബണായ കാരണം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് ഒട്ടിച്ച് കഴിയുമ്പോൾ എന്ന്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളിതുപോലെ കിട്ടും നമുക്ക് ഉരുക്കി അതുമ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് 2 ലീഫും കൂടി റെഡിയാക്കിയിട്ട് വേണം ബോയിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ആയിട്ടായാലും നമുക്ക് ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 ലീഫും കൂടി എടുത്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ആ ഓറഞ്ച് റിബൺ അവിടെ ഇരിക്കുന്നത് ഞാൻ ഓറഞ്ച് കളർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓറഞ്ചിനേലും ഭംഗി ബ്ലൂ ആയിട്ടാണ് തോന്നിയത്. ബ്ലൂ അല്ല, വയലറ്റ്. അപ്പോൾ ഞാൻ അതെടുത്ത് ചെയ്തു. ഇനി എന്താ, നമുക്ക് ലീഫിന് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് ഉരുക്കി കൊടുക്കണം. എപ്പോഴും റിബണിൻ്റെ സൈഡുകൾ ഉരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ നൂലിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോവും. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇനി ഇത് അതുപോലെ ഒന്ന് സെൻറ്റർ മടക്കി വെച്ചിട്ട് സെൻറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ട് മതി. അതിൻ്റെ അവിടെ ഒരു നടുക്കൊന്നത് അതുപോലെ ലീഫിൻ്റെ സെൻറ്ററിൽ ഒരു ഇതുണ്ടാവില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ലീഫിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തതും ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. ഞാനത് ഓണാക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനതിൻ്റെ ലാസ്റ്റ് ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ, അതെങ്ങനെയാണ് ഒട്ടിച്ചേക്കണേന്നുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഹാഫ് ബീഡും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുന്നത് നമ്മളൊരു ക്യാൻവാസിൻ്റെ ഷീറ്റ് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് 2 സൈഡിലേക്ക് ലീഫ് ഒന്ന് വെച്ചിട്ട് സെൻറ്ററിലായിട്ട് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മുടെ ഹെയർ ബോർഡ് അടിയിൽ നിന്ന് ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഹെയർ ബാൻഡും ഈ ഫ്ലവറുമായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും. പിന്നെ അത് വിട്ടുപോയില്ല. ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഫ്ലവർ ഒട്ടിച്ചുകൊണ്ട് അങ്ങനെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഡൗട്ടുള്ളവരൊന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. ബാക്കിൽ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റാണ്, ഹെയർ ബാൻഡിൻ്റെ ബാക്കിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഫ്ലവർ ലീഫ് ഒട്ടിച്ചത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.